ഹലോ, എല്ലാവർക്കും ആയിഷാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ ആദ്യത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ റംസാനാകുമ്പോൾ കുറച്ചൊക്കെ പ്രിപ്പയർഡൊക്കെ ചെയ്ത് വയ്ക്കാറുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് നമുക്ക് ജോലി എളുപ്പമാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ എനിക്ക് റംസാൻ്റെ ഇതൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ സാധാരണ എന്താ പറയുക, കുറച്ച് ജോലി ഭാരം എന്നൊന്നും പറയാനില്ല. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാണെന്ന് തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ജോലി ഭാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു അഹങ്കാരമായി പോവും. അപ്പോൾ അത് കാരണം ജോലി ഭാരമൊന്നുമില്ല. ഇതൊക്കെ തന്നെ അൽഹംദുലില്ലാ, ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും തന്നതിന് തന്നെ ഒരുപാട് അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ സാധാരണ അസർ നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ കിച്ചണിലായിട്ട് കയറാറുള്ളൂ. അങ്ങനെ ആ ഒരു 2-2.5 മണിക്കൂർ കിട്ടുമല്ലോ നമുക്ക്, അതിൻ്റെ ആവശ്യമുള്ളൂ. അത്രയും ഒരു ടൈം മതി നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാൻ. പിന്നെ ഒരുപാട് ഇവിടെ ഉണ്ടാക്കി വയ്ക്കലൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാവും. പിന്നെ ഇന്നിപ്പോൾ പത്തിരി പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ മീൻകറിയാണ് കേട്ടോ, പത്തിരിക്ക് കോമ്പിനേഷനായിട്ട് മീൻകറിയാണ്, പിന്നെ തേങ്ങാപ്പാൽ അങ്ങനെയല്ല. അപ്പോൾ പത്തിരി ഉണ്ടാക്കണ ഒരു ജോലി ഒഴിവായി കിട്ടി. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ എന്തെങ്കിലും വാട്ടർ മെലനും അങ്ങനെയൊക്കെയുള്ളതൊക്കെ കുറച്ച് ജ്യൂസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും മക്കളുള്ളതുകൊണ്ട് തന്നെ, മക്കൾ ഇവിടെ ഉണ്ടല്ലോ, മൂത്ത മക്കളൊക്കെ ഇവിടെ ഇപ്പോൾ അവധിയല്ലേ. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പൊക്കോളൂ കേട്ടോ. ഞങ്ങളെല്ലാവരോടും കൂടി, അതായത് ഇക്ക ഉണ്ടാവില്ല, ബാക്കി ഞങ്ങൾ ഞാനും കൂടെ കൂടി ഒന്ന് കിച്ചണിൽ കയറി പറഞ്ഞ നേരം കൊണ്ട് നമുക്കെല്ലാം ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇന്നിപ്പോൾ AC റിപ്പയർ ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിരുന്നു. കാര്യം കഴിവതും നമ്മൾ റംസാന് മുമ്പിട്ട് ഈ വക പരിപാടികളൊക്കെ ചെയ്തു വയ്ക്കണമായിരുന്നു. അപ്പോൾ റംസാനിൽ അങ്ങനെയുള്ള ഈ എന്താ പറയുക, ഈ അൽക്കുലത്തെ പരിപാടികളൊന്നും നിൽക്കാറില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറയാതെ നമുക്ക് നോമ്പ് തുറയ്ക്ക് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്യാം, ഇപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ റൂം അടച്ചിട്ടിട്ടും കൂടെ പോരും കേട്ടോ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ബ്രെഡ് ക്രംസും എല്ലാം ഇപ്പോൾ ഉണ്ടാക്കി വയ്ക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം അങ്ങോട്ട്, ഇപ്പോൾ അതായത് ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് അങ്ങോട്ട് ബ്രെഡ് ക്രംസുമായിട്ടും അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ നാളെ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല, നമ്മൾ ഒരു സ്നാക്സും ഉണ്ടാക്കാറുള്ളൂ. പിന്നെ കൂടുതലും നമുക്ക് ജ്യൂസ് കാര്യങ്ങൾ, വെള്ളമാണ് കൂടുതൽ ആവശ്യം കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഈ റംസാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റംസാനിൽ ഭയങ്കര ചൂടാണ്. ഇപ്പം ഇവരുടെ നാട്ടിലാകുമ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം ഈ എണ്ണയിൽ പൊരിച്ചതും അതും ഇതൊക്കെ ആകുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ദോഷമേ ചെയ്യുള്ളൂ. അതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ ജ്യൂസായിട്ടുള്ള കാര്യം. ജ്യൂസാണെങ്കിലും പഞ്ചസാര ഇടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ പഞ്ചസാര ഇടാണ്ട് കുട്ടികളൊന്നും കുടിക്കില്ലല്ലോ. അപ്പോൾ അളവ് കുറച്ച് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ റെഡിയാക്കണുണ്ട് കേട്ടോ. അതായത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. ഒന്നുമില്ല, മിക്സിയിലിട്ട് ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല തരിയരിപ്പായിട്ട്, അതായത് എന്താ പറയുക, ഈർപ്പമൊക്കെ ഒന്ന് ഉണക്കി കിട്ടണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വച്ചേക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് റസ്ക് പൊടിച്ചിട്ട് എടുത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അതാ മക്കളെയൊക്കെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കാനും ഒക്കെ ഏൽപ്പിച്ചേക്കണത്. പിന്നെ രണ്ടാമത്തെ മോൻ തേങ്ങയൊക്കെ ചിരകി തന്നു. മൂത്തയാൾ തേങ്ങ പൊതിച്ചു കൊടുത്തു, രണ്ടാമത്തെ ആൾ തേങ്ങ ചിരകി തന്നു. അങ്ങനെ പൊന്നുക്കുട്ടിയാണ് കേട്ടോ, കുഞ്ഞാവേനെ നോക്കാനായിട്ട് പൊന്നുക്കുട്ടിയാണ് ഏറ്റെടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പൊന്നൂനും അയ്മൂനും ക്ലാസ് ഉണ്ട് കേട്ടോ, കാരണം അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉച്ച വരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും അവർ വരും. പിന്നെ അവരുടെ കുളി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുഞ്ഞാവേനെ നോക്കലും അവർ ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഈ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി വേണ്ടല്ലോ. അങ്ങനെ അപ്പോൾ നമുക്ക് സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗളിലായിട്ട് ഞാനൊരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്ത്. അപ്പോൾ നല്ല എന്താ പറയുക, കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് വരും കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മല്ലിയിലയാണ്, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ആ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുത്തു.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി, അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും, അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. അതിന് പകരമായിട്ട് ഗരം മസാല ചേർത്താലും മതി, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ അല്ല, ഞാനിവിടെ എടുത്തിരിക്കുന്നത് തവിടെണ്ണയാണ് കേട്ടോ, നമ്മുടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കണം കേട്ടോ, ഞാൻ വെളുത്തുള്ളി ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണമുണ്ട് പിന്നീട് ഒന്നുകൂടെ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇതായിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് മതിയല്ലോ, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സും കൂടെ സവോളയിലിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്ത് പൊടിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലോ, അതിനകത്തുനിന്ന് കുറച്ചാട്ടോ ചേർക്കണുള്ളൂ, ബാക്കി ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായിട്ട് വരുന്നത്. നമുക്ക് ആ ഒരു എന്താ പറയുക, എല്ലാം കൂടി മിക്സാക്കി വരാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് നമ്മൾ ചേർക്കണം കേട്ടോ. അപ്പോൾ അതായത് അതിന് പാകത്തിനുള്ള ബ്രെഡ് ക്രംസ് ചേർക്കുക കേട്ടോ. ബ്രെഡ് ക്രംസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതായത് എല്ലാതും ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ മക്കൾ അവിടെ നിന്ന് നാരങ്ങ വെള്ളം പിഴിയുകയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേനും 2 മുട്ട എടുത്തിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ 2 ഒന്നും വേണ്ട കേട്ടോ, ഒരു മുട്ട മതിയാവും കേട്ടോ. ഞാനിപ്പോൾ എടുത്തപ്പോൾ ഒരു 2 മുട്ടയായിപ്പോയി. അപ്പോൾ അതാ ബ്രെഡ് ക്രംസിലൊന്ന് പിന്നെ റോൾ ചെയ്തെടുക്കണം കേട്ടോ, ഒന്ന് കോട്ട് ചെയ്തെടുക്കില്ല, അങ്ങനെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് തന്നെ ഈ റോൾ ചെയ്യലും ഒക്കെ നടത്തണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും പറ്റി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ റോൾ ചെയ്ത് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോടെ തന്നെ ബ്രെഡ് ക്രംസ് ബാക്കി വന്നതൊക്കെ നമ്മൾ എടുത്ത് ഒരു ടിന്നിലാക്കി, എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലാക്കി എടുത്ത് വയ്ക്കേണ്ടത്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതായിപ്പോൾ ഇതൊക്കെ റോൾ ചെയ്ത് ഇങ്ങനെ വച്ചേക്കണ്ട. അപ്പോൾ ഞാൻ 2-3 ഉണ്ടാക്കിയിട്ട് ബാക്കി മക്കളെ ഏൽപ്പിച്ചു കേട്ടോ. അവരാണ് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തേട്ടോ. അപ്പോൾ ഇതിന് എണ്ണയിലിട്ടിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ ചൂട് ഒരുപാട് അങ്ങോട്ട് കൂട്ടിയിടണ്ട, കാരണം വെച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആകുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞങ്ങോട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എടുക്കാൻ നേരത്ത് ചൂടൊന്ന് കൂട്ടിയിടുക. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല അടിപൊളി സ്നാക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഏകദേശം സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കൂടെ ഇതൊക്കെ റെഡി ആവണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയില്ലേ, ഇത് ഞാൻ ഇപ്രാവശ്യം മേടിച്ചാട്ടെ. റമദാനോടനുബന്ധിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുമല്ലോ, അതിനകത്ത് പെട്ടതാണ് ഈ ഒരു ചീനച്ചട്ടി. അപ്പോൾ ചീനച്ചട്ടി മയക്കണ വീഡിയോ ഈ ഒരു ചട്ടിയുടെ അല്ല, അതിന് മുമ്പ് ഞാൻ വേറൊരു ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, താളിക്കണയൊക്കെ ടൈപ്പിലുള്ളല്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനും പറ്റും. എനിക്ക് നേരത്തെയൊക്കെ ഈ ടൈപ്പ് ചീനച്ചട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്, ഈ തുരുമ്പ് പിടിക്കുന്ന പരിപാടിയും ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പം ഇതിങ്ങനെ ഉപയോഗിച്ച് ഇപ്പോൾ ശീലിച്ചതിനോട് ഇത് നല്ല രസമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചായക്കാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഇതുപോലത്തെ തരിത്തേയിലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് ഉപയോഗിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ വേറെ ഏത് തേയില ഇട്ടാലും അത്ര അങ്ങോട്ട് ഇഷ്ടം വന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, എന്താണെങ്കിലും ഇതാണിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്. ഈ തേയില ഇട്ട് കുടിക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് മാറിയേക്കാം. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കൊടുന്ന് വെച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പൊട്ടിച്ച് ഒക്കെ ഇപ്പോഴാണ് ഇടുകയൊക്കെ ചെയ്യാനായിട്ട്, എന്താ പറയുക, ടിന്നുകളിൽ കൂടെ ആക്കി വെക്കണ പരിപാടിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ സമയമായിട്ടുണ്ട്, എല്ലാം ടേബിളിൻ്റെ പുറത്തേക്ക് കൂടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല കേട്ടോ, മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ചെയ്തോളും. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലൊക്കെ മക്കളൊക്കെ ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കഷ്ടപ്പാടായിപ്പോൾ.
നമുക്കൊരു വയ്യായിക വന്നാൽ പോലും ഈ നമ്മുടെ കുട്ടികൾക്ക് ഒരു കുന്തം അറിയാൻ പാടില്ലായിരിക്കും, നമ്മൾ തന്നെ പെട്ടു. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക കേട്ടോ മക്കളെയും കൊണ്ട്. അപ്പോൾ എത്ര എത്ര ഉന്നതിയിൽ നിൽക്കണവരായിക്കോട്ടെ, ചെറുതായിട്ട് നിൽക്കണവരായിക്കോട്ടെ, എല്ലാവരും എന്തെങ്കിലുമൊക്കെ മക്കളെ കൊണ്ട്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. അത് അവർക്കും നല്ലതാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മൾ വിചാരിക്കുക ഇതിനെയൊന്നും ചെയ്യിപ്പിച്ചാൽ ശരിയാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ജോലികളൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പോൾ വാട്ടർമെലൻ കൊണ്ടുള്ള, ഞാൻ ഈ വാട്ടർമെലൻ കൊണ്ടുള്ള ജ്യൂസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വാട്ടർമെലൻ മറ്റേ ഇതില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് കസ്കസും കൂടെ ഇട്ട് അതുപോലെ പഞ്ചസാര ഇട്ടിട്ട് എടുത്തേക്കണ ഒരു ജ്യൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത്. നമ്മുടെ തണ്ണിമത്തങ്ങ ഇങ്ങനെ കുത്തി എരിഞ്ഞിട്ട് എടുക്കില്ലേ, അത്. കുഞ്ഞാവ നല്ല കാര്യമായിട്ട് മറ്റേ മുന്തിരിങ്ങ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവളൊക്കെ ചുമ്മാ ചവച്ചിങ്ങനെ എന്താ പറയുക, തുപ്പിക്കളയത്തേ ഉള്ളൂ കേട്ടോ. എന്നാലും കുറച്ച് നേരം അവിടെ അടങ്ങിയിരുന്നുള്ളൂ എന്ന് എഴുതി കൊടുത്തേക്കണേ കേട്ടോ. പക്ഷേ ഇങ്ങനെ കൊടുത്തിട്ട് പോകാൻ പറ്റില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ശിരസിൽ പോകാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ മാറിപ്പോകുമ്പോൾ ഇതൊന്നും കൊടുത്തിട്ടൊന്നും പോകത്തൊന്നുമില്ല. ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ അവളിങ്ങനെ തന്നേക്ക് പിക്ക് ചെയ്ത് കഴിക്കാനായിട്ട് പിള്ളേർക്ക് ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ തന്നെ എടുത്ത് കഴിക്കുമ്പോൾ അവർക്ക് വലിയ സംഭവമായിട്ട് തോന്നും. പിന്നെ ഇന്നിപ്പോൾ ഡയപ്പർ ഓൺലൈനിൽ കൂടെ കേട്ടോ ഞാൻ മിക്കവാറും വാങ്ങണം കേട്ടോ. കാരണം ഇതിനാകുമ്പോൾ നല്ല റേറ്റിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ കമ്പനി ആണെങ്കിലും വലിയ കുഴപ്പമില്ല, നല്ല കമ്പനിയൊക്കെ തന്നെയാണ്. കുട്ടികൾക്ക് റാഷസ് കാര്യങ്ങളൊന്നും ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ അതിനോട് എനിക്കിത് നല്ല ഇതാണ് കേട്ടോ. ഞാൻ ഈ ഡിസ്പോസിബിൾ തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണേ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പിന്നെ പണികൾക്കൊന്നും ഒരു കുറവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഞാൻ മഗ്‌രിബ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് ഓതി, പിന്നെ ഇശായും കൂടെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ എണീക്കുള്ളൂ. അപ്പോൾ അത് എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അടുത്ത ജോലി നമുക്ക് ആയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ AC ഫിറ്റ് ചെയ്തതിൻ്റെ കുറേ പൊടിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഫുഡിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല എന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ പത്തിരി മേടിച്ചായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടാക്കി, തേങ്ങാപ്പാലും, അത്രയേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓർക്കണം, അയ്യോടാ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. നമ്മൾ ആ ഒരു തിരക്കിൻ്റെ പുറത്ത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചില്ല. വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് പോലും ആലോചിച്ചില്ല. അതിപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാറുള്ള ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാട്ടോ. നമ്മളല്ലാതെ പിന്നെ ചോറുണ്ടെന്ന പരിപാടിയൊന്നുമില്ല. അത് കഴിക്കുക, പിന്നെ അങ്ങനെ ഉറങ്ങുകയൊക്കെ ആയിട്ടോ ചെയ്യാറുള്ളതും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ, ഈ റമദാനിലുള്ള നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.